ആദില നൂറ ആദില നൂറയില് ആരോടാണ് ഒരു തരി കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും നൂറോടാണെന്ന്. നൂറ കുറച്ചും കൂടി മെച്ചുവേർഡ് ആണ്. ആദില ഇസ് നോട്ട് അറ്റ് ഓൾ മെച്ചുവേർഡ്. ആദിലയുടെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ആ ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞ പിന്നെ ആളുടെ കയ്യിൽ നിന്ന് പോയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അനീഷായിട്ട് കഴിഞ്ഞ ദിവസം നടന്ന ഇഷ്യൂ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ചോദിക്കുമ്പോൾ പലരും പറയുമോ താൻ എന്താ കാണിച്ചതെന്ന്. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ലേറ്റ് ആവും. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചിട്ട് ആ ആള് മനസ്സിലാക്കിയ കാര്യങ്ങൾ അഗെയിൻ ഇൻ ഫ്യൂച്ചർ ഓർ ടു ദ ലൈവ് സിറ്റുവേഷൻ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അവിടെ റിയാസ് ചെയ്ത മാതിരി അതിൽ അവിടെ ബിഹേവ് ചെയ്തത് ഭയങ്കര ബോറാണ്, ഭയങ്കര ഓക്വേർഡ് ആണ്. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ലാലേട്ടൻ പറഞ്ഞ മാതിരി വാക്കുകൾ സൂക്ഷിക്കണം, അതേപോലെ ചൂടാകുമ്പോൾ ശ്രദ്ധിക്കണം. ഇങ്ങോട്ട് പ്രൊവോക്ക് ചെയ്തു. ഇപ്പൊ അവിടെ പലരും പറയുന്നുണ്ട്, വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ പറയാറുണ്ട് എന്നെ പ്രൊവോക്ക് ചെയ്തു. അപ്പോൾ ലാലേട്ടൻ ഭയങ്കര നൈസായിട്ട് ആയിക്കോട്ടെ, അതിന് പ്രൊവോക്ക് ചെയ്തോട്ടെ, അയാൾ പറഞ്ഞോട്ടെ എന്നുള്ള വർത്താനം പറയുന്നുണ്ട്. സോ ഇത് ശരിക്കും പ്രൊവോക്കിംഗ് ഗെയിമാണ്. അപ്പോൾ ആ പ്രൊവോക്കേഷനിൽ നിന്ന് എങ്ങനെ മെച്ചപ്പെട്ട് മുന്നോട്ട് പോവാം, സെൽഫ് കൺട്രോൾ ചെയ്തും വാക്കുകൾ ശ്രദ്ധിച്ചും ഇഗ്നോർ ചെയ്തും സൈലന്റ് ആയും തമാശയായിട്ട് എടുത്തും അല്ലെങ്കിൽ കുറുക്കി കൊള്ളുന്ന രീതിയിൽ മാന്യമായ ടോണിൽ സംസാരിക്കുന്നതൊക്കെയാണ് ബിഗ് ബോസ് ഗെയിം എന്ന് പറയുന്നത്. പറയുന്ന അത്ര ഈസി അല്ല, നോട്ട് അറ്റ് ഓൾ ഈസി. ഓക്കെ, പക്ഷേ നൂറയും അതിലേയും കൊണ്ടുള്ള സംഭാഷണത്തിൽ നൂറ വാൺ ചെയ്യുന്നുണ്ട്, നീ കാണിക്കുന്നത് ശരിയല്ല, നീ ഓക്കെ അല്ല, നീ ഇങ്ങനെ ചെയ്യരുത്, അയാളോട് വെറുതെ മെക്കെട്ട് കയറരുത്, അയാളുടെ അടുത്ത് ഇത്ര പ്രൊവോക്ക് ആവരുത്, അയാൾ പ്രൊവോക്ക് ചെയ്യാൻ നോക്കിയാലും നീ ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു ക്യാരക്ടറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്താണെങ്കിലും അകത്താണെങ്കിലും നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ആയിക്കോട്ടെ, അയാൾ തെറ്റായ വഴിക്ക് പോകുമ്പോൾ അത് വാൺ ചെയ്ത് ചെറിയ ചെറിയ പിണക്കത്തിലൂടെ ആണെങ്കിലും പരിഭവത്തോടുകൂടി ആണെങ്കിലും ദേഷ്യപ്പെട്ടിട്ടാണെങ്കിലും അതിനെ തിരുത്താൻ നോക്കുന്ന ആ ഒരു മനസ്സ് നൂറയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആളധികം സംസാരിക്കുന്നൊന്നുമില്ല, നീ നോക്കിയതിനു ശേഷം മര്യാദയ്ക്ക് ശേഷം മിണ്ടുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ആ ഒരു സ്റ്റാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നൂറ എനിക്ക് അതിലേക്കാരും കുറച്ചും കൂടി ഇഷ്ടമാണ്, മെച്ചുവേർഡ് ആണ്. കാരണം അതില ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യാതെ അതങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് പിടിച്ചെടുത്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുന്ന നൂറയുടെ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ചെയ്യരുതെന്നുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു കമ്മിങ് ഫോർവേഡ് ഇവർ എന്തായാലും രണ്ടുപേരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏഷ്യനെറ്റ് സമ്മതിക്കും തോന്നുന്നില്ല. ഇൻ കേസ് ഔട്ട് ആവുകയാണെങ്കിൽ അതിൽ ഔട്ട് ആവാനാണ് കൂടുതൽ ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിയുമ്പോഴും നൂറ് നന്നായിട്ട് കളിക്കണം. അല്ലെങ്കിൽ ഇവിടം വരെ എത്തിയതൊക്കെ കാലത്തോട് വൈകുന്നേരം വരെ വെള്ളം കൂടിയിട്ട് കുടങ്ങമത്തി പൊട്ടിച്ചളയുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ നൂറയുടെ ഈ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ പറഞ്ഞ് തിരുത്താൻ നോക്കുന്ന ഒരു ക്യാരക്ടർ. അത് കേട്ടിരിക്കുന്ന അതിലോടും എനിക്ക് റെസ്പെക്ട് ഉണ്ട്. അറ്റ്ലീസ്റ്റ് കേൾക്കാനെങ്കിലും ഇരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ചെയ്യരുത്, ചെയ്താലേ മര്യാദയ്ക്ക് സംസാരിക്കുള്ളൂ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് അതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവട്ടെ. ആളുടെ പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓക്വേർഡ് പൊട്ടിത്തെറിയാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ആയിട്ട് വരാം. ബൈ ബൈ.